സൃഷ്ടിച്ചത് ആ പ്രകാശം തന്നെയാണ് അല്ലേ? സ്ത്രീയെ സൃഷ്ടിച്ച്. എന്നിട്ട് ഈ മാതാവ്, ഭൂമി മാതാവ് ജന്മം നൽകിയതല്ലേ സസ്യങ്ങളും പക്ഷി ജന്തുമൃഗാദികളും മനുഷ്യർ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് ജനിച്ചതല്ലേ? ഭൂമി മാതാവ് ജന്മം നൽകിയല്ലേ? അപ്പൊ എല്ലാത്തിൻ്റെയും ഭൂമിയിലെ എല്ലാത്തിൻ്റെയും മാതാവാരാ? ഭൂമിയാണ്. എൻ്റെ മാതാവ് ഭൂമിയാണ്. നിങ്ങളെ മാതാവാരാ? കാരണം ഞാൻ ആദ്യം മനുഷ്യനായിരുന്നു. പിന്നെ മനുഷ്യതലത്തിൽ നിന്ന് ഞാൻ ആ മനുഷ്യനെന്ന ബോധം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി. പിന്നെ എന്നെ ആ പ്രകാശത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആ പ്രകാശമായിരുന്നു. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശമാണ് ഞാൻ. അതാണ് മുഹമ്മദും പറഞ്ഞത്, അതാണ് ബുദ്ധനും പറഞ്ഞത്, നിങ്ങളൊരു പ്രകാശമായി തീരുക ആദ്യമൊന്ന്. അതാണ് ഉപനിഷത്തും ഗീതയും കൃഷ്ണനും രാമനും ഒക്കെ ജ്യോതി 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 ഓംകാരം എന്ന് പറഞ്ഞതും. ഞാനും അവരെല്ലാവരും ആ പ്രകാശമായിരുന്നു. ആ പ്രകാശമായ ഞാൻ എൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രസരിച്ച് ഒരു വിത്ത് മുളയ്ക്കുന്ന പോലെ പ്രസരിച്ച് അർദ്ധനരീശ്വരനായി ശിവനും ഇലാഹുമായി ദൃശ്യമായി. പിന്നെ ഞാൻ ഇലാഹാണ്, ഞാൻ ശിവനാണ്, ഞാൻ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചവും ശിവനും ഇലാഹുമായ എൻ്റെ ശരീരത്തെ, വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ഞാൻ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് എൻ്റെ ചെറുരൂപത്തിൽ പുനർജനിച്ചുള്ള എൻ്റെ സ്വരൂപമാണ് ആദിമ മനുഷ്യനായി നാരിയാം സ്ത്രീയും വിത്തിട്ട മുളക്കുന്ന ഗർഭമായ നാരിയാം സ്ത്രീയും പുരുഷനുമായി ഒന്നായിരുന്ന ഞാൻ രണ്ടായി ഇവിടെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായും ആ പ്രകാശമായ പുരുഷനുമായി പുനർജനിച്ചുള്ള ശിവ അവതാരം ഇലാഹി എന്ന് പറഞ്ഞ ഇല്ലല്ലയുമാണ് ആദിമ മനുഷ്യനായി വന്നത്. മുഹമ്മദും അതല്ലേ ആദിമ മനുഷ്യന് ആ പ്രകാശമാണെങ്കിൽ ഇതുപോലെ അഷറോൻ ഇലാഹായും ഇലാഹിൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ആ നമി നൂരിലാഹി ഇറങ്ങി വന്ന് ആദിമ മനുഷ്യനല്ലേ ആയത് റസാക്കെ? എന്നിട്ട് തുടർന്നും ആ പ്രക്രിയ പ്രപഞ്ചത്തിൻ്റെ ഇലാഹിൻ്റെ അത് ശിവൻ്റെ ആ പ്രവർത്തനം, ആ ബീജം തൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഹവയിലേക്ക് ബീജം നിക്ഷേപിച്ചുകൊണ്ട് പുനർജനിച്ച് വരുന്നത് ആ നൂറ് തന്നെയല്ലേ, ആദ്യ പ്രകാശം തന്നെയല്ലേ ബീജാധാരങ്ങളുടെ ഈ വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ആ ഭൂമി ദേവി, ഭൂമി മാതാവ് തന്നെയല്ലേ ഈ സ്ത്രീയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ശരിയായ മാതാവ് നിങ്ങളുടെ മാതാവായ പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയാണെന്ന് പറയും. ഞാനും നിങ്ങളെപ്പോലായിരുന്നു. അപ്പം ഞാൻ ഒരു മാതാവിൻ്റെ പേര് പറഞ്ഞിരുന്നു. ഇപ്പം ആ മാതാവിൽ ഞാൻ മരിച്ചു, ഞാൻ ഇല്ലാതായി, സമാധിയായി. അതാണ് സമാധി കേട്ടോ. ആ സമാധി ആയതിനു ശേഷം ഞാൻ എന്നെ ഈശ്വരൻ അള്ളാഹു ആ പ്രകാശത്തിൽ കൊണ്ടേ എത്തിച്ച് ആ പ്രകാശമായ ഞാൻ പ്രസരിച്ച് വികസിച്ച് ശിവനും ഇലാഹുമായി ദൃശ്യമായി കൊണ്ട് എൻ്റെ ശരീരം, എൻ്റെ ഗർഭവും, ഇപ്പം വിത്തിട്ട മുളക്കുന്ന ഗർഭവും ഭൂമിയാണ്. ഈ ഭൂമിയിൽ ആ പ്രകാശമായ ഞാൻ ബീജമായി വന്നുകൊണ്ട് എൻ്റെ ചെറുരൂപത്തിൽ ദൃശ്യമായി പുനർജനിച്ച എൻ്റെ മാതാവ്, ഈ ദൃശ്യമായി വന്ന എൻ്റെ മാതാവ് ഭൂമിയാണ്. ഭൂമിയാണ്. എൻ്റെ പിതാവോ ആ പ്രകാശമായി ഞാൻ തന്നെ ആയിരുന്നു. ആ പ്രകാശം മാതാവും ഇല്ല, പിതാവും ഇല്ല, ഞാൻ തന്നെയാണ് മാതാവും പിതാവും. ഇപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? മാതാവും പിതാവുമായി രൂപപ്പെട്ട ആരാണ്? അദൃശ്യനും പരമാത്മാവുമായ ഞാൻ തന്നെയാണ്. ആദ്യ പ്രകാശമായും പ്രസരിച്ച് വന്ന് ഈ മാതാവും പിതാവും ഒക്കെ ആയി വന്നത് പരമാത്മാവായ ഞാൻ തന്നെയാണ്.